വിശക്കുന്നുണ്ടോ കൊച്ചിന്? ഇവർക്ക് ഫുഡ് പോലും മേടിക്കാനുള്ള അവസ്ഥയില്ല. ഇതാണ് അടുക്കള, നനഞ്ഞ ഒലിക്കുവാണ്. ഇനി നിങ്ങൾ കരയാൻ എന്നാ പറയാ, ഒരിക്കലും കരയരുത്. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. 10 മാസത്തെ വാടക അടയ്ക്കണ്ടേ? നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടുണ്ടോ? പറ്റില്ല. ഇത് പിടിക്കാം. എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്നത് ഇതുപോലെയുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും തേടി വരുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യൻ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്തവര് വരത്തില്ല, കണ്ണീരൊപ്പില്ല, അവരൊക്കെ ഒരു സഹായവും ചെയ്യില്ല. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. ചേട്ടനപ്പൊ എലിപ്പനി ബാധിച്ച് ചേട്ടന് മേല, പണിക്കൊന്നും പോവാൻ മേല അല്ലേ? ഒരു പണിക്കും പോവാൻ പറ്റില്ല. ചേച്ചിയെ, അയ്യോ ചേച്ചിക്ക് മേല. ചേച്ചി ഇരുന്നോ. എനിക്കണ്ട. ഇരുന്നോ. വന്നല്ല ഞങ്ങളെ കാണാൻ, ഞങ്ങളെ ദുഃഖങ്ങൾ അറിഞ്ഞപ്പോ അറിയാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ. 2 വർഷം കൊണ്ട് ഈ കസേരയിൽ ഇരിപ്പാൻ പുറം ലോകത്തേക്ക് കണ്ണിന് കാഴ്ചയില്ല. മോളെ വിശക്കുന്നുണ്ടോ കൊച്ചിന്? അനിയത്തെ കുതിച്ചോന്ന് ഒന്നും കഴിച്ചില്ല. ഇന്നത്തെ ദിവസം ഇതുവരെ കഴിച്ചിട്ടില്ല. വെള്ളം മാത്രം കുടിച്ചു. വിറയിലാണ് ശരീരം. ഈ ഡിസ്കിനൊക്കെ കംപ്ലൈന്റ് വന്നപ്പോ ഈ പാവപ്പെട്ട ഒരു മഴയൊന്നും പിടിച്ചാൽ ജോലിയില്ല സാറേ. എലിപ്പനി വന്നല്ലേ? ഡയാലിസിസ് ഒക്കെ ചെയ്ത് 2 എണ്ണം മരിച്ചെന്ന് പറഞ്ഞതാണ് ഞങ്ങളെ പ്രാർത്ഥന. ഈ കൊച്ചിന്റെ കണ്ണീര് കൊണ്ട് ദൈവം തിരിച്ചു വന്നതാണ്. കണ്ടോണോ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ? കണ്ടോണോ? ഇതൊന്നും ആരും കാണുന്നില്ല, ആർക്കും കാണാനും സമയമില്ല. എനിക്ക് തോന്നുന്നു ഈ ചേച്ചി, നിങ്ങൾ ഓർത്തോണം, നമുക്ക് രാവിലെ, ഉച്ച, വൈകുന്നേരം, വൈകിട്ട് എത്ര നേരം കഴിക്കാവോ അത്ര നേരം കഴിക്കാൻ നോക്കുന്ന ഇവരുടെ ബുദ്ധിമുട്ട്. ഇവർ പറയുന്ന ഒറ്റ കാര്യം കേട്ടപ്പോ എനിക്ക് സങ്കടം. ഒരു നേരം മതി ഇവർക്ക് ഫുഡ് കഴിക്കും. ഒറ്റ നേരം കൊണ്ട് ഈ മേലാത്ത കൊച്ചും എന്നാ ഒരു പാവമുണ്ട്, കഷ്ടമുണ്ട് പറയുന്ന കേട്ടോ. ഒരു നേരം എനിക്കൊന്ന് ഫുഡ് കിട്ടിയാൽ മതിയെന്നോ. ഒരേ വാതിലിൽ ചെന്ന് മുട്ടിയാലും അവര് എന്തെന്നാ ഏതെന്നാ ആരും, ഒരു മെമ്പർമാരും ഒരു പാട്ടുകാരും ആരും നമ്മളെ സഹായിച്ചിട്ടില്ല സാർ. നിങ്ങളുടെ അപ്പൊ ഇത് സ്വന്തം വീടാണോ? അല്ല, വാടക വീടാണ് സാർ. വാടക വീടാണോ? വാടക കൊടുക്കാനൊന്നും നിവർത്തിയില്ല. എത്ര മാസമായിട്ട് വാടക കൊടുത്തു? 10 മാസമായി വാടക കൊടുത്തു. അപ്പൊ ഇതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ അടുക്കള അല്ലേ? ഈ അടുക്കളയിലാണ് നിങ്ങള് പാചകം ചെയ്തത്. പക്ഷെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം കഴുകി വെച്ചേക്കുവാണല്ലോ. ഓഹോ, എന്തൊരു അവസ്ഥ. എല്ലാം കഴുകി വെച്ചേക്കുക, കാരണം ഒന്നും കഴിക്കാനില്ല. ഇവർക്ക് ഫുഡ് പോലും മേടിക്കാനുള്ള അവസ്ഥയില്ല. ഇതാണ് അടുക്കള, നനഞ്ഞ ഒലിക്കുവാണ്. ഇതൊക്കെ അവസ്ഥ. അറിയുന്നുണ്ടോ ആരെങ്കിലും? അല്ലേ, അറിയാൻ പറ്റില്ല ആർക്കും. ചേട്ടാ വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടല്ലേ? ആ ചേട്ടന്റെ കണ്ണ് നിറയുമ്പോൾ എന്റെ കണ്ണ് നിറയുവാണ്. അതായത് രാവിലെ ഉച്ചയ്ക്കും ഈ സമയം 5 മണി, വൈകുന്നേരം വരെ അവർ കഴിച്ചിട്ടില്ല. വെള്ളം കുടിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇനി നിങ്ങൾ കരയാൻ എന്നാ പറയാ, ഒരിക്കലും കരയരുത്. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ചേച്ചി, ഫുഡില്ല എന്നുള്ള വിഷമം വരണ്ട. എല്ലാ സാധനവും അച്ഛൻ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. നിങ്ങൾക്ക് 10 മാസത്തെ വാടക അടയ്ക്കാനുണ്ട് അല്ലേ? 10 മാസത്തെ വാടക അടയ്ക്കണ്ടേ? നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടുണ്ടോ? പറ്റില്ല. ഇത് പിടിക്കാം. എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്നല്ലേ. ഇത് പിന്നെ ഇതുകൊണ്ടും തീരുന്നില്ല. നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചു, ഭക്ഷണം എല്ലാം തന്നു എന്ന് പറഞ്ഞ് തീരുന്നുണ്ടോ? ജീവിക്കണ്ടേ മുന്നോട്ട്? ആരെ ആശ്രയിക്കാൻ ജീവിക്കണ്ടേ? അന്തസ്സായിട്ട് ജീവിക്കോ. ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല. ഞാനുണ്ടാവും, അച്ഛനുണ്ടാവും, ഈ ജനങ്ങളുണ്ടാവും, അച്ഛനൊപ്പം കട്ടയ്ക്കുണ്ടാവും. ഇതുപോലെ മേലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് വഴിയിലിറങ്ങാനോ വേറെ കടുങ്കൈ ചെയ്യാനോ ഞാൻ സമ്മതിക്കില്ല. അച്ചായം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും ഈ കുഞ്ഞിനെയും കൊണ്ട് അത് പറയില്ലേ ചേച്ചി? ഒരിക്കലും ആ കടുങ്കൈ എന്റെ ദൈവയുടെ വരുത്തിയില്ലല്ലേ, അത് മതി. ഞാനുണ്ടാവും ചേച്ചി, ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. എന്നെ കുറ്റപ്പെടുത്തുന്നവരോട് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ഈ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ? ആർക്കും പറ്റില്ല. അതിന് വേണം മനസ്സ്. കിട്ടുന്ന മുഴുവൻ സമ്പാദിച്ചു വെക്കുമ്പോഴും കോടീശ്വരന്മാര് മോളെ ഇരുന്ന് എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ചിന്തിക്കുക, ഇതുപോലെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരാരും കുറ്റപ്പെടുത്തണ്ട. ഇതുപോലെ നന്മ നിറഞ്ഞ മനസ്സുകളുള്ളവര് ജീവിതത്തിൽ മുന്നോട്ട് വരികയുള്ളു. അവരെ കുറ്റപ്പെടുത്തിയും താഴ്ത്തി കെട്ടിയിട്ടും കാര്യമല്ല. ഇതുപോലെയുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെയും തേടി വരുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യൻ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്തവര് വരത്തില്ല, കണ്ണീരൊപ്പില്ല, അവരൊക്കെ ഒരു സഹായവും ചെയ്യില്ല. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. ആരും ഇറങ്ങിപ്പോവാനും പറയില്ല. കോട്ടയത്ത് നിന്ന് അച്ചായം വന്നെങ്കിൽ ആരും നിങ്ങളെ ഇറക്കി വിടുവല്ല. പോരെ? ഓക്കെ.